അങ്ങനെ കാത്തിരുന്ന മഴ ദേ നമ്മുടെ അവിടെ എത്തിയല്ലോ. ചെറുതായിട്ട് പെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി എന്താണ് അവസ്ഥയെന്ന് അറിയത്തില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, മഴ വന്നാൽ പിന്നെ മഴയുടെ കളിയായിരിക്കും കേട്ടോ. എന്തായാലും സന്തോഷമായി. പിള്ളേരെ മഴയത്ത് കുളിക്കാൻ വേണ്ടിയിട്ട്, സൈക്കിളിൽ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. മഴ അങ്ങോട്ട് കാര്യമായിട്ട് പെയ്യാൻ തുടങ്ങി കേട്ടോ. സന്തോഷം. പക്ഷേ ഈ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ചൂടും കൂടി കേട്ടോ. ഭയങ്കരമായിട്ട് ചൂട് കൂടി. നന്നായിട്ടൊരു മഴ പെയ്തു. വേദയും പിള്ളേരും ഒക്കെ അമ്മും തേനും ഒക്കെ നന്നായിട്ട് മഴയത്ത് കളിച്ചു കുളിച്ചു, റീൽസ് വരെ എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയ്ക്കും വേണ്ടി നല്ലൊരു മഴയുണ്ടായിരുന്നു. കുറേ നാൾ കൂടിയിട്ട് മഴ ഇല്ലാതെ മഴ വന്നപ്പോൾ ഭയങ്കര ഒരു സന്തോഷമൊക്കെ തോന്നി കേട്ടോ. ഞാൻ എത്ര ദിവസമായിട്ട് നോക്കിയിരിക്കണമെന്ന് അറിയുമോ. മെയിൻലി ചൂട് സഹിക്കാൻ വയ്യ. പക്ഷേ ഈ മഴ കഴിഞ്ഞിട്ട് വീണ്ടും ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. ഈ മഴ കഴിഞ്ഞ് വീണ്ടും ഒരു മഴ കിടിലമായിട്ട് പെയ്തു. അപ്പോഴേക്കും ആ ചൂടും കാര്യങ്ങളൊക്കെ പോയി. എന്തായാലും മഴ ഇങ്ങനെ ചൂട് സമയത്ത് പെട്ടെന്നൊരു മഴയൊക്കെ വരുമ്പോൾ ഒരു ഭയങ്കര ഒരു ഇത് തന്നെയാണ് അല്ലേ. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങോട്ടേക്ക് മഴ തന്നെ ആയിരിക്കാം. ചൂടൊക്കെ കുറച്ച് കുറയും, ഒരു ആശ്വാസം മഴ തുടങ്ങി എന്നാണ് തോന്നുന്നത്. ഹായ് ഗായ്സ്, ഇപ്പോൾ ഇന്ന് നമ്മൾ വേദയ്ക്ക് ടെക്സ്റ്റൊക്കെ വാങ്ങി, യൂണിഫോം വാങ്ങി, സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു. നോട്ട്സ് ഒന്നും വാങ്ങിയിട്ടില്ല. വേദയ്ക്ക് പിന്നെ ബാഗ് ആവശ്യമായിട്ടുണ്ട്. ബാഗ് വാങ്ങണം. അങ്ങനെ കുറച്ചുള്ള സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം വേദയ്ക്ക് വാങ്ങാനായിട്ടുണ്ട്. സ്കൂൾ സ്റ്റേഷനറി ഐറ്റംസ്. അപ്പോൾ അത് വാങ്ങാനായിട്ട് നമ്മൾ പോവുകയാണ്. തൈക്കാട് പോലീസ് അവരുടെ ഒരു കഴിഞ്ഞ വർഷം നമ്മൾ അവിടെ നിന്നാണ് വാങ്ങിയത്. തൈക്കാടല്ലായിരുന്നു ഓഫീസ്, ബേക്കറിയിലായിരുന്നു. ഇപ്പോൾ തൈക്കാടേക്ക് മാറിയിട്ടുണ്ട്. അത് ഈ സ്കൂൾ ഓപ്പണിംഗ് ടൈമിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ കേട്ടോ. അവിടെ ഭയങ്കര ഡിസ്കൗണ്ടൊക്കെയാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. മഴ കാത്തിരുന്ന് മഴ വന്നു. പക്ഷേ ചൂടിനൊരു കുറവുമില്ല കേട്ടോ. ഇനി മഴ തുടങ്ങിയാലും മഴയോട് മഴയായിരിക്കും. എന്നാലും നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞു. അടുത്ത് വീണ്ടും മഴയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നല്ല മഴക്കാറുണ്ട്, കാണിച്ചു തരാവേ. ദേ നോക്കിയ അടുത്ത മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള മഴക്കാറാണ് ഇത്. മഴ പെയ്യാൻ വേണ്ടിയിട്ടുള്ള മഴക്കാറ് തന്നെയാണ്. ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു, അടുത്ത സ്റ്റെപ്പിനായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ കാർ എടുത്തിട്ട് പോകാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ടെക്സ്റ്റൊക്കെ വാങ്ങാൻ റെഡിയായി. വേദയ്ക്ക് അത്ര വലിയ സന്തോഷമില്ല. കാരണം ഇവിടെ അമ്മുവും തേനും ഒക്കെ ഉണ്ട്. എല്ലാവരുമായിട്ട് കളിക്കാൻ നിന്നിട്ട് ഞാൻ പിടിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ട് വേദയ്ക്ക് വലിയ സന്തോഷമൊന്നുമില്ല. ഞാനൊക്കെ ടെക്സ്റ്റും നോട്ടും ഒക്കെ വാങ്ങുന്നത് കുറച്ച് നേരത്തെ, എല്ലാ സാധനങ്ങളും, ആ ടെക്സ്റ്റും നോട്ടും എന്നല്ല, എന്ത് കാര്യമാണെങ്കിലും എല്ലാം നേരത്തെ ചെയ്ത് കഴിയും. സമയത്ത് ചെയ്യാൻ നിൽക്കില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു, എനിക്ക് പരിചയമുള്ള 90% ആൾക്കാരും സമയത്താണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ. ആ കാര്യത്തോട് ഒട്ടും താല്പര്യമില്ല. ഞാനൊട്ട് അങ്ങനെയല്ലേ താനും. എല്ലാം മുന്നേ ചെയ്ത്, പിന്നൊരു കാര്യമുണ്ട്, ആ സമയത്ത് ചെയ്താൽ ചെയ്തതാണ് കേട്ടോ. പിന്നീടായാലും എല്ലാ കാര്യവും മറന്നു പോകും. അപ്പോൾ വേദയ്ക്ക് എല്ലാ വർഷവും സ്കൂളിൽ നിന്നാണ് നോട്ട്സൊക്കെ കൊടുക്കുന്നത്. നോട്ട്സിൻ്റെ ഒരു ലിസ്റ്റും തരാറുണ്ട്. ഇപ്രാവശ്യം ലിസ്റ്റൊന്നും കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ വാങ്ങാനായിട്ട് ഇങ്ങനെ ലിസ്റ്റെല്ലാം തയ്യാറാക്കി റെഡിയാക്കി നിന്നതും കറക്റ്റ് ഫോണിൽ മെസ്സേജ് വന്നു സ്കൂളിൽ നിന്ന് എത്ര നോട്ട്സ് വേണം, ഏത് വേണമെന്നൊക്കെ ഉള്ളത് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഇത് വേദ ജസ്റ്റ് റഫായിട്ട് എഴുതി വെച്ചതാണ്. പക്ഷേ ആ ലിസ്റ്റ് കണ്ടപ്പോൾ ലിസ്റ്റ് നോക്കി വാങ്ങാമെന്ന് കരുതി. 180 പേജസിൻ്റെ എത്ര, 120 പേജസിൻ്റെ എത്ര, അങ്ങനെയൊക്കെ കറക്റ്റ് പറഞ്ഞേ. തിരക്കുണ്ടാവുമെന്തോ. ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ പോലും ഭയങ്കര മഴ കേട്ടോ. മഴയെന്ന് പറഞ്ഞാൽ കിടിലം മഴയായിരുന്നു. നമ്മുടെ ട്രിവാൻഡ്രത്ത് നിന്ന് പല സ്ഥലങ്ങളിലും മരവും മറ്റുമൊക്കെ മുറിഞ്ഞു വീണിട്ട് പല സ്ഥലങ്ങളിലും കറണ്ട് കൂടി ഇല്ലായിരുന്നു. അടിപൊളി മഴ. മഴയില്ലേ വിളിച്ച് മഴ. അയ്യോ മഴ പോയി. ഭീകരമായിട്ട് പെയ്തുകൊണ്ടിരുന്ന മഴ പോയി. വേദ പിണങ്ങിയിരിക്കുന്ന നോക്കിയേ. എത്ര കളിച്ചാലും മതി വരില്ല. കളിക്കാൻ വിടാതെ വിളിച്ചുകൊണ്ട് വന്നതെന്ന് പറഞ്ഞ് പിണങ്ങിയിരിക്കുകയാണ്. ഗൈസ്, നമ്മൾ മഴയത്ത് കൊഴുക്കട്ട കഴിക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. കൊഴുക്കട്ട വേദയുടെ അങ്കിളുടെ കടയിൽ നമ്മൾ വന്നിരിക്കുകയാണ്. അവിടെ നിങ്ങി വന്നു. വേദയുടെ ഡാൻസ് ക്ലാസ്സിൻ്റെ അടുത്ത്. അതൊരു സുഖം, അതൊരു രസം. ഹോട്ടൽ ഗൗരീശങ്കർ. അങ്ങനെ ഞങ്ങൾ ഹോട്ടൽ ഗൗരീശങ്കറിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനും വേദ ഇറങ്ങി. ഏട്ടന് കുടയില്ലാതെ അതിൽ നിന്ന് ഇറങ്ങത്തില്ല കേട്ടോ. ഞാൻ ചെന്ന് കുടയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഡിക്കിൽ ചെന്ന് പിടിക്കുന്നു. കുട ഡിക്കി തുറക്കാൻ പറ്റുന്നില്ല. അതെങ്ങനെ ലോക്കായിട്ടോ. പിന്നെ മഴയും കൂടി നിൽക്കാൻ പറ്റുന്നില്ല. പറഞ്ഞിട്ട് കേൾക്കില്ല. പിന്നെ അവസാനം കുടയും കൊണ്ടേ ഏട്ടൻ ഇറങ്ങിയിട്ടുള്ളൂ. എന്തായാലും ഞാനും വേദയും നനഞ്ഞു. കൊഴുക്കട്ട കഴിക്കാൻ നനങ്ങി പോകുന്ന വേദയും ഞങ്ങളും. ഏട്ടൻ കുടയില്ലാതെ ഇറങ്ങൂല. ഫുൾ നനഞ്ഞു ഗൈസ്. പൊന്നെന്ത് വേണം? ഒരു ഉഴുന്നുവട, ഒരു രസവട. എനിക്ക് 2 കൊഴുക്കട്ട. ഫുൾ നനഞ്ഞ കൊളമായി. കുട എടുക്കാൻ ഇറങ്ങിയത്.
കൊഴുക്കട്ട, ഒരു വേറൊക്കെ ഒരു ചായ, ഉഴുന്നുവട, കൊഴുക്കട്ട, ചമ്മന്തി. കൊഴുക്കട്ട ഡയറ്റിന് കഴിക്കാം, ആവിയിൽ പുഴുങ്ങണല്ലേ, കുഴപ്പമില്ല. വട കഴിച്ചിറങ്ങി. മഴയ്ക്കൊരു കുറവുമില്ല കേട്ടോ, നല്ല ഗംഭീര മഴ. ഞാൻ കരഞ്ഞതിന് അടിപൊളി മഴ, കരഞ്ഞതിന് ഇരട്ടിയായിട്ട് മഴ. മഴ എങ്ങനെയുണ്ടടി? ഓ നനയണല്ലേ. കടയുടെ ഫ്രണ്ടിലാണ് നമ്മളെ കാറ് നിർത്തിയത്. ജസ്റ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറുന്ന സമയം കൊണ്ട് ഞങ്ങൾ ഇത്രയും ഞാനും വേറെ നനഞ്ഞു. മഴയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം മഴ. നമ്മളവിടെ ഇങ്ങനെ മഴ ഉണ്ടോ എന്തോ. എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രം ഫുൾ മഴ പെയ്തു എന്ന് തോന്നുന്നു. റെഡ് അലേർട്ടൊക്കെ വന്നായിരുന്നു. തിരുമലയോ പേയാടോ ഒന്നും കറണ്ട് ഉണ്ടായിരുന്നില്ല, മരമെല്ലാം ഒടുങ്ങി വീണിട്ട്. അത്രയ്ക്ക് ഭീകര മഴ. നെട്ടയത്തെ TV യോ സെറ്റോപ്പ് ബോക്സോ എന്തൊക്കെയോ അടിച്ചു പോയെന്ന് അമ്മ വിളിച്ചിട്ട് പറയുന്നുണ്ട്. ഭാഗ്യത്തിന് വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ നമ്മളവിടെ ഒന്നും അടിച്ചു പോയില്ല. ഈ മഴയത്ത് നമ്മൾ എങ്ങനെ ഇറങ്ങും? എവിടെയാണ് ആ ഒരു ഡിസ്കൗണ്ട് മേള നടക്കുന്ന സ്ഥലം? ലൈറ്റെല്ലാം ഇട്ടിട്ടുണ്ട്. കാർ ഉള്ളിലേക്ക് വിടുമോന്ന് അറിയില്ല. അതുവഴി കയറാറുന്നല്ലേ, അവിടെ എൻട്രൻസ് ഒന്ന് വെച്ചിരുന്നു. ആ കാറൊക്കെ കയറും. അകത്ത് വെള്ളം വീഴാത്ത വാട്ടർ പ്രൂഫ് പരിപാടികളൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇട്ടൂടെ? ഇടി കുടുങ്ങി സൂപ്പർ എക്സൈറ്റിംഗ് മഴ അല്ലേടാ. വേറെ കളിക്കാൻ പോകാൻ പറ്റാത്തതിൻ്റെ വിഷമം. നമ്മൾ വീണ്ടും മഴ നനഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി. വേറെക്ക് എങ്ങനെയും ഇവിടെ നിന്ന് പോയാൽ മതി. അച്ഛൻ വരട്ടെ, അച്ഛൻ വന്നിട്ട് പോവാം. എവിടെ മാങ്ങ? ഇവിടെ ടീ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ, ടീ ഷോപ്പ്. അവിടെ മാങ്ങ പരിപ്പുണ്ട്. കിറ്റഡ് അതെ, ബാസ്ക്കറ്റ് ഉണ്ട്. അതിന് buy one get one free. ആഹാ കിടിലോ. ഇടി കുടുങ്ങുന്നു. ഇപ്പൊ സ്കൂളിൽ നിന്ന് ലിസ്റ്റ് അയച്ചു, നമുക്കതനുസരിച്ച് വാങ്ങിക്കാം. അങ്ങനെ നമ്മൾ നോട്ട്സ് എല്ലാം വാങ്ങാൻ പോയപ്പോൾ ഇയാൾക്ക് നമ്മളെ വലിയ പരിചയം ഉണ്ട് കേട്ടോ, എന്നെ നല്ല പരിചയം. അപ്പോൾ എന്താ ഈ ആക്ഷനൊക്കെ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ, ചേച്ചി ഞാനെത്തി ക്രിക്കറ്റ് കാണാൻ വന്നിരിക്കും ചേച്ചി. അപ്പോഴേക്കും അമ്മ സീരിയലും കൊണ്ടിരിക്കും, അത് കാണുമ്പോൾ ദേഷ്യം വരുമെന്നും പറഞ്ഞിട്ട് അവൻ സീരിയലിനെ കുറ്റം പറയുന്ന കാഴ്ചയാണ് കാണുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്ന ആൾ മുങ്ങി കേട്ടോ, പാവട്ടോ. അവൻ ഇങ്ങനെ നോർമലി ഇങ്ങനെ സംസാരിച്ചതാണ്. ഭയങ്കര കൂളായിട്ടുള്ള, അവിടെ നിന്ന് എല്ലാവരും ഭയങ്കര സ്നേഹവും നമ്മളോട് കാര്യം പറയുക, വീഡിയോ എടുക്കാനൊക്കെ സഹകരണം കാണിച്ചു. ചിലരൊക്കെ വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ മുഖം ഒന്ന് തിരിച്ചു കളയും, എടുക്കരുതെന്ന് പറയും, ചിലപ്പോൾ ഗൗരവമാവും. പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ, നല്ല കുറേ കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. 80 പേജസിൻ്റെ കൂടെ വരൂലേ? 84 വാങ്ങിച്ചോ. അങ്ങനെ വേദയ്ക്ക് ആവശ്യമായിട്ടുള്ള നോട്ട്സ് എല്ലാം വാങ്ങി. കുറേ സെറ്റായിട്ട് മാം മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതെല്ലാം വാങ്ങി കേട്ടോ. അപ്പോൾ കുറേ വൈറ്റ് പേപ്പർ സെറ്റായിട്ടൊക്കെ ഇരിപ്പുണ്ട്. ഇത് വേണമെന്ന് ചോദിച്ചപ്പോൾ നെട്ടയത് ചീമയുടെ ഒരു ബണ്ടിൽ ഇരിപ്പുണ്ട്, അതുകൊണ്ട് വേണ്ടാന്ന് വേദ പറഞ്ഞു. പിന്നെ ആ വൈറ്റ് പേപ്പറൊന്നും വാങ്ങിയില്ല. ഇനിയിപ്പോൾ വൈറ്റ് പേപ്പറിൻ്റെയൊക്കെ അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ നിറയെ വരും, അപ്പോൾ ആവശ്യം വരും. പക്ഷേ വേദ വേണ്ടാന്ന് പറഞ്ഞ് നെട്ടയത്തിരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടും പിന്നെ വാങ്ങിയില്ല കേട്ടോ. ഇനി അടുത്ത സാധനങ്ങളിലേക്ക് പോകാം. വേദയ്ക്ക് വെയിറ്റ് ആയതുകൊണ്ട് എൻ്റെ കയ്യിൽ തന്നെ തന്നു. ആദ്യമേ ഞാൻ അതാണ് പറഞ്ഞത്, ഞാൻ പിടിച്ചോളാം. ഇനി പൗച്ച്, ദിവസം വാങ്ങണ സാധനം. ഈ പൗച്ച് വേറെ എവിടെ കണ്ടാലും കാണുമ്പോൾ വാങ്ങും. അങ്കിളുടെ കടയിൽ നിന്ന് തന്നെ, തൊട്ടുമുകളിലത്തെ അങ്കിളുടെ കടയിൽ നിന്ന് തന്നെ ഒരുപാട് പൗച്ചുകൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ എക്സാം നടക്കുന്ന സമയത്ത് എൻ്റെ കൂടെ എന്തോ സാധനം വാങ്ങാൻ വന്നിട്ട് ഒരു പൗച്ച് കണ്ടിട്ട് അവൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും അവിടെ ഇങ്ങനെ എന്താ ബസ് പോലെ ഇരിക്കുന്ന ബോക്സൊക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ നുള്ളിപ്പറക്കുന്നു. ഞാൻ പറയുന്നത്, ഈ 7th സ്റ്റാൻഡേർഡിലായാലും ഇനി ഈ ബോക്സ് പോലെ അല്ല, ഈ ബസ് പോലെ ഇരിക്കുന്ന ബോക്സൊക്കെ വെച്ച് കളിക്കാറാവുന്നേ ഉള്ളൂ എന്നൊക്കെ വഴക്ക് പറഞ്ഞേ. അത് മതി ഒരു കുടയ്ക്ക് അത്യാവശ്യം. ഇത് തന്നെ ഏറ്റവും കുറഞ്ഞത്. ഇത് മതി, ഇത് മതി. വീട്ടിൽ നിന്ന് വെളിയിലോട്ടൊക്കെ ഇറങ്ങണമെങ്കിൽ ഒരു കുടയില്ല. ഇത് മതി. എന്തെടുക്കണില്ലേ? കുടയും വാങ്ങി,
വേദയുടെ ബുക്സ് വാങ്ങി. ഇനി വേദയ്ക്ക് സ്കൂൾ ബാഗും ലഞ്ച് ബോക്സും പൗച്ചും. പെന്നൊക്കെ എവിടെ എന്തോടാ. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് വാട്ടർ ബോട്ടിൽ, ടിഫിൻ ബോക്സ് അങ്ങനെയൊക്കെ ഉള്ളതാണ്. അതൊന്നും വാങ്ങുന്നില്ല. ടിഫിൻ ബോക്സൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയ സ്റ്റീലിൽ നല്ലതായിട്ട് ഇരിപ്പുണ്ട്, അതുകൊണ്ട് വേറെ അതൊന്നും വാങ്ങുന്നില്ല. പിന്നെ ബാഗ്, പൗച്ച് അതൊക്കെ നമുക്കായാലും സ്കൂളിൽ പോകുമ്പോൾ, ഫസ്റ്റ് ഡേ പോകുമ്പോൾ, ഫ്രണ്ട്സിന് മുമ്പിൽ ഒന്ന് ഷോയൊക്കെ കാണിക്കാൻ പുതിയ സാധനങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊരു സ്റ്റൈല് തന്നെയാണ്. അപ്പോൾ ബാഗ് എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയത് പൊട്ടിപ്പോയി, അതിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ കരുതി ഇനി പൗച്ച് കൂടെ വാങ്ങാൻ എത്ര വിലയാവും, അത്രയ്ക്കല്ലേ ഉണ്ടാവത്തുള്ളൂ, ഒരു ഷോയൊക്കെ കാണിക്കാമല്ലോ എന്ന് കരുതി പൗച്ചും വാങ്ങാം. പിന്നെ ലഞ്ച് കിറ്റും ചീത്തയായി, അപ്പോൾ പുതിയ ലഞ്ച് കിറ്റും വാങ്ങണം. അപ്പോൾ ബാഗ് ഞാൻ കുറഞ്ഞതേ വാങ്ങുന്നുള്ളൂ. കുറഞ്ഞത് മീൻസ് ഒരു വർഷം കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ബാഗ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പയ്യനോട് പറഞ്ഞു, എടാ കുറച്ചൊന്ന് ലാസ്റ്റ് ചെയ്യുന്ന സാധനം ബാഗ് എടുത്തു തരാൻ പറഞ്ഞു. അപ്പോഴേക്കും അവൻ അമേരിക്കൻ ടൂറിസ്റ്റിൻ്റെ ബാഗ് എടുത്ത് തന്നു. അത് 2000 എബോ ആണ്, ഡിസ്കൗണ്ട് പോയിട്ട് 1600 എന്തോ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത്രയും കോസ്റ്റ്ലി വേണ്ട, 1000-നകത്തുള്ളത് മതി, കാരണം എന്തായാലും അടുത്ത വർഷം വീണ്ടും പുതിയത് വാങ്ങും. അപ്പോൾ അത്രയും ലാസ്റ്റ് ചെയ്യുന്ന സാധനം വേണ്ട, ഞാൻ ഉദ്ദേശിച്ചൊരു മീഡിയം ടൈപ്പാണ്, നമുക്ക് ഒരു വർഷത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. കാരണം എന്തായാലും ഇനി എത്ര വില കൊടുത്ത് വാങ്ങിയാലും, ഞാൻ പറഞ്ഞില്ല ഓരോ വർഷം നമ്മൾ പുതിയ പുതിയ സാധനം കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഷോ കാണിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും പുതിയത് വാങ്ങും. അപ്പോൾ പിന്നെ എത്രയും വലുതിൻ്റെ കൂടിയതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് കിറ്റെക്സിൻ്റെ 1000-നകത്തുള്ള 800 റുപ്പീസിൻ്റെ ബാഗ് ഞാനിവിടെ നിന്ന് എടുത്തു കേട്ടോ. വേദയ്ക്ക് ഒരു ചാക്ക് പോലെ ഇരിക്കുന്നൊരു ബാഗ് ഉണ്ട്, അപ്പോൾ അത് മതി എന്ന് പറഞ്ഞിട്ട് അതെടുത്തു. കൊള്ളായിരുന്നു, നല്ല ബാഗായിരുന്നു. പിന്നെ ഇവിടെ VIP ട്രോളി സ്മോൾ സൈസ് ബാഗൊക്കെ 2500 ഉള്ളൂ കേട്ടോ. അതിൻ്റെ ആക്ച്വൽ പ്രൈസ് വന്നിട്ട് 8000 സംതിങ് ആണ്, പക്ഷേ ഡിസ്കൗണ്ട് എല്ലാം പോയി 2500. എനിക്കതൊക്കെ കുറച്ച് ചീപ്പായിട്ട് തോന്നി കേട്ടോ. നമുക്ക് ബ്ലാക്ക് മതി. കിറ്റെക്സ് കിറ്റെക്സ് ഓക്കെ. ബാഗ് വേദയുടെ ലഞ്ച് കിറ്റ് കാണിട്ട് ലഞ്ച് കിറ്റ്. ഇതിൻ്റെ വേറൊരു കളർഫുൾ സാധനമാണ് കഴിഞ്ഞ വർഷം ഇരുന്നത്. അടുത്ത നമ്മുടെ സെക്ഷൻ എന്ന് പറയുന്നത് പെൻ, പെൻസിൽ, കളർ പെൻസിൽ അങ്ങനെയൊക്കെ ഉള്ള സെക്ഷനാണ്. അപ്പോൾ വേദയ്ക്ക് ഇപ്പോൾ ആവശ്യം പെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ട്. പെൻസിലൊക്കെ ഒരു ബോക്സ് തന്നെ കഴിഞ്ഞ വർഷമൊക്കെ വാങ്ങിയതെല്ലാം ഇരിപ്പുണ്ട്. പെൻസിലിൻ്റെ ആവശ്യം വേദയ്ക്ക് വരുന്നില്ല, പെന്ന് വെച്ചാണ് എഴുതുന്നത്. പക്ഷെ പെന്ന് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ട് വേദയ്ക്ക് ആവശ്യമുള്ള എഴുതാൻ പറ്റുന്ന യൂസ് ചെയ്യുന്ന ടൈപ്പ് പെന്നെടുക്കാൻ പറഞ്ഞു. അങ്ങനെ വേദ ചോദിച്ച പെന്നുണ്ടായിരുന്നില്ല. പിന്നെ വേറെ ഏതൊരു പെന്നെടുത്ത് കാണിച്ചു, അതിന് അവൾ എഴുതിയൊക്കെ നോക്കിയപ്പോൾ അവൾക്ക് ഓക്കെയാണ്. കാരണം ഞാൻ പറഞ്ഞു ഇനി എപ്പോഴും വാങ്ങിത്തരില്ല, ഇവിടെ നിന്ന് ആവശ്യമുള്ളത് വാങ്ങിക്കോളാം. വേദയ്ക്ക് എന്നും പെന്ന് വാങ്ങിക്കാൻ തന്നെ കേട്ടോ ജോലി. അങ്ങനെ വേദ പെന്നെല്ലാം സെലക്ട് ചെയ്യുകയാണ്. പിന്നെ വേദയുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടും ഒരു സെറ്റ് പെന്നിങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ പെന്നാണ് വേദ എടുത്തത്. ഇതിൻ്റെ 3 സെറ്റ് പെന്ന് വാങ്ങി. കാരണം എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഉപയോഗമുണ്ട്, അപ്പോൾ സമയത്ത് പോയി വാങ്ങൽ ചിലപ്പം നടക്കത്തില്ല. അപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും ഇതുപോലെ സ്റ്റോക്ക് ചെയ്ത് വെക്കുക. അതിപ്പോൾ വേദയ്ക്ക് പഠിക്കേണ്ട കാര്യങ്ങളായാലും ഇപ്പോൾ വീട്ടിലെ കിച്ചൺ ഐറ്റംസ് ആണെങ്കിലും എല്ലാം ഞാൻ മുന്നേ കൂട്ടി നിറയെ ഇങ്ങനെ എനിക്ക് സ്റ്റോക്ക് ചെയ്ത് ഇങ്ങനെ വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ആവശ്യത്തിന് പോയി പെട്ടെന്ന് പോവാനേക്കാട്ടി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വീട്ടിൽ നിറയെ സാധനങ്ങൾ, എന്ത് സാധനങ്ങളായാലും ആവശ്യാനുസരണത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര കാണുമ്പോൾ ഒരു നിറവാണ്. സോ എല്ലാം ഞാൻ കുറച്ച് കൂടുതലെല്ലാം വാങ്ങി വയ്ക്കും. അപ്പോൾ ഇപ്രാവശ്യം പെന്നും ഞാൻ അങ്ങനെ കുറച്ച് കൂടുതൽ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നോട്ട്സ് ആയാലും മാം തന്നതിലും കുറച്ച് കൂടുതൽ നോട്ട്സ് ഞാനെല്ലാം വാങ്ങിയിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ എഴുതുമ്പോൾ പെട്ടെന്നൊക്കെ തീർന്ന് പോവുകയാണെങ്കിൽ പിന്നെ പെട്ടെന്ന് ചെന്ന് വാങ്ങുന്ന കാര്യം പാടായിരിക്കും. അപ്പോൾ നമ്മുടെ കബോർഡിലുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് എടുക്കാമല്ലോ. അതുകൊണ്ട് ആ ബുക്സും ഒക്കെ ഞാനെല്ലാം കുറച്ച് കൂടുതൽ തന്നെ വാങ്ങിയിട്ടുണ്ട്. ഏട്ടനും പറയുന്നുണ്ട് വാങ്ങും ആവശ്യമുള്ള സാധനം വാങ്ങൂ, പിന്നീട് ഇനിയിപ്പോൾ അതിൻ്റെ പിറകെ നടക്കാനൊന്നും സമയം ഉണ്ടാവില്ല, അതുകൊണ്ട് ഇഷ്ടമുള്ളത് വാങ്ങുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാതും കുറച്ച് കൂടുതലെല്ലാം വാങ്ങിയിട്ടുണ്ട്. പൗച്ച് നോക്ക് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചതില്ലേ, അത് പോരെ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചത്. വേദ പൗച്ച് വേണ്ടാന്ന് പറഞ്ഞെങ്കിലും എനിക്കൊരു സമാധാനം തോന്നുന്നില്ല കേട്ടോ. കാരണം നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ പുതിയ സാധനങ്ങളൊക്കെ പിള്ളേരുടെ മുമ്പിൽ ഇങ്ങനെ ഷോ കാണിക്കാൻ നമുക്കൊരു ഇഷ്ടമൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഞാൻ കരുതി കുഴപ്പമില്ല, ഇനിയിപ്പോൾ എന്തായാലും 2-3 മാസം കഴിയുമ്പോൾ പുതിയ പൗച്ച് കാണുമ്പോൾ വീണ്ടും അതിൽ കയറി പിടിക്കും. അപ്പോൾ പിന്നെ വാങ്ങിച്ച് കൊടുക്കാമെന്ന് കരുതി. ഇവിടെ പിന്നെ ഞാൻ എല്ലാം കുറച്ച് കൂടുതൽ എടുക്കാൻ പറയുന്നതിൻ്റെ കാരണം എല്ലാം അത്യാവശ്യം റേറ്റൊക്കെ കുറവുണ്ട്, നല്ല ഡിസ്കൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് കൂടുതൽ എടുത്ത് വെച്ചിരുന്നാലും നഷ്ടമൊന്നുമില്ല. ഇനി അടുത്ത് വേദയ്ക്ക് ലഞ്ചിന് കൊണ്ടുപോകുന്ന ടൗല് കാര്യങ്ങളൊക്കെ എടുക്കുക. പിന്നെ ഇവിടെ തന്നെ ടൈറ്റ്സ് ഉണ്ട്, യൂണിഫോം ഉണ്ട്, മെറ്റീരിയൽ ഉണ്ട്, റെഡിമെയ്ഡ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ട്രിവാൻഡ്രത്തുള്ളവർ ഇന്ന് വരെ ഇങ്ങോട്ടേക്കൊന്നും ഈ ഒരു ഇതിലേക്ക് വിസിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ പോലീസിൻ്റെ അണ്ടറിലുള്ള ഒരിതാണ്. നല്ല അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടൊക്കെ ഉണ്ട്, ഉറപ്പായിട്ടും വന്ന് നോക്കുക. നല്ല സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. ക്വാളിറ്റി ഉള്ളതും കുറഞ്ഞതും ഒക്കെ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. നല്ല ബ്രാൻഡഡ് സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് അവർ സ്കൂൾ തുറക്കുന്ന സമയത്ത് ഈ ഒരു സെറ്റപ്പ് ചെയ്യാറുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് വരുന്നത്. പേരെന്താ പറഞ്ഞ
എല്ലാം വാങ്ങിച്ചോ? എല്ലാം വാങ്ങിച്ച്. നോട്ട്സൊക്കെ വാങ്ങിച്ചോ? പുതിയ ബാഗ്. ടാറ്റാ. അങ്ങനെ വേദയുടെ സ്കൂൾ സ്റ്റേഷനറി ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ബില്ലിങ്ങിലേക്ക് പോവുകയാണ്. എടുത്ത ടൈറ്റ്സും ടവലും അവിടെ തന്നെ ബില്ല് ചെയ്തു. വേറൊന്നും വാങ്ങിക്കാനില്ലല്ലോ? ഉറപ്പാണല്ല? ഇനി വരൂല, വാങ്ങിച്ചു തരൂല. അപ്പോൾ വരുന്നവർ ഈ സ്കൂൾ തുറക്കുന്ന അടുപ്പിച്ചൊക്കെ വന്നാൽ ഭീകര തിരക്കായിരിക്കും. അതുപോലെ ഹോളിഡേയ്സ് സാറ്റർഡേ സൺഡേയിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ വർക്കിംഗ് ഡേയ്സൊക്കെ നോക്കി വരിക. പിന്നെ വർക്ക് ചെയ്യുന്നവർക്ക് എന്തായാലും ഹോളിഡേയ്സിലല്ലേ വരാൻ പറ്റത്തുള്ളൂ. വൈകുന്നേരങ്ങളിലും തിരക്കായിരിക്കാം. പക്ഷേ എന്തായാലും നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് വരുന്നത്. എനിക്ക് ഓക്കെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം വന്നത്. എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ട്, കൂടിയതും കുറഞ്ഞതും ഒക്കെ ഉണ്ട്. വലിയൊരു ഷോപ്പിംഗ് മോൾ പോലെ തന്നെയാണ് അവരെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളതെല്ലാം സെപ്പറേറ്റ് ആയിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇഷ്ടാനുസരണം കൂടിയതോ കുറഞ്ഞതോ ഒക്കെ വാങ്ങാം. അത്യാവശ്യം ഈ ബ്രാൻഡഡ് സാധനങ്ങൾക്കും നല്ല ഡിസ്കൗണ്ട് റേറ്റിലാണ് അവർ കൊടുക്കുന്നത്. നോട്ട്സ് ആയാലും കുട്ടികൾക്ക് ആവശ്യം, സ്കൂൾ തുറക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഷൂസും ഒക്കെ ഉണ്ട് കേട്ടോ. ക്യാഷ് പേയ്മെൻ്റ് ഉണ്ട്, ഗൂഗിൾ പേ ഉണ്ട്, കാർഡ് പേയ്മെൻ്റ് ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ആദ്യം പേയ്മെൻറ്റ് ചെയ്യുക, എന്നിട്ട് രണ്ടാമത് വീണ്ടും ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് അവർ എല്ലാം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യും. എന്നിട്ട് പൈസ കൊടുത്താൽ 15 രൂപ കൊടുത്താൽ വലിയൊരു കിറ്റ് നമുക്ക് കിട്ടും. അതിലിട്ട് കൊണ്ടുപോകാം. നമ്മൾ ബാഗ് വാങ്ങിയത് കൊണ്ട് കിറ്റ് വാങ്ങിയില്ല, അതിലേക്ക് നോട്ട്സ് എല്ലാം പെറുക്കി ഇടുകയാണ്. അപ്പോൾ പുറത്ത് ഭീകര മഴയും ഇടികുടുങ്ങലും ഒക്കെ ആയിട്ട് കാര്യമായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് കയറി കൊണ്ടൊന്നും നടന്നില്ല. ഏട്ടൻ കാറ് പാർക്ക് ചെയ്യാൻ പോയപ്പോൾ ഇതിനകത്ത് പാർക്കിംഗ് സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ആ പാർക്കിംഗ് സൗകര്യമുള്ള സ്ഥലത്ത് ഭയങ്കര വെള്ളപ്പൊക്കം ആയതുകൊണ്ട് ഏട്ടൻ പുറത്താണ് കാറ് പാർക്ക് ചെയ്തത്. അപ്പോൾ ഏട്ടൻ കാർ എടുക്കാൻ പോയി. അപ്പോഴേക്കും ഞങ്ങളിതെല്ലാം കൂടി പാക്ക് ചെയ്തിട്ട് വെളിയിലേക്ക് ഇറങ്ങാണ്. വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ എക്സിറ്റിൻ്റെ അവിടെ ഒരാൾ ഇരിപ്പുണ്ട്. ബില്ല് ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് ബില്ല് കൊടുക്കാൻ പറയും. ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് നമ്മളെ വിടും കേട്ടോ. പിന്നെ ഒന്നുകൂടി ഈ ബാഗിനകത്തുള്ള സാധനങ്ങളൊന്നും ചെക്ക് ചെയ്യില്ല, ജസ്റ്റ് ബില്ല് മാത്രമേ ചെക്ക് ചെയ്യത്തുള്ളൂ. അങ്ങനെ ബാഗിനകത്ത് എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് ഞങ്ങൾ കാറിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ കയറിയപ്പോൾ ഉള്ള അതേ മഴ ഒരു കുറവില്ല കേട്ടോ. ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ ഇതിനകത്ത് സ്പെൻഡ് ചെയ്താണ്. എന്നിട്ടും മഴയ്ക്ക് ഒരു കുറവുമില്ല കേട്ടോ. അങ്ങനെ ഞാനൊരു കുടയൊക്കെ വാങ്ങിയില്ല. കുട ഇന്ന് ഉദ്ഘാടനം ചെയ്യാമെന്ന് പറഞ്ഞ് കുടയെടുത്ത് കയ്യിലൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ കറക്റ്റ് ഏട്ടൻ കാറ് കൊണ്ടുവന്ന് നമ്മുടെ മുന്നിൽ നിർത്തി. അതുകൊണ്ട് അധികം നനയേണ്ടി വന്നില്ല, കുട നോക്കേണ്ടി വന്നില്ല. സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ബാഗിൽ കയറ്റിയിട്ട് അങ്ങ് പോയപ്പോഴേക്കും ഒരു സെറ്റ് പെന്ന് ബാസ്ക്കറ്റിൽ കിടന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ആൾ കൊണ്ടുവന്ന് തന്നായിരുന്നു. അല്ലെങ്കിൽ ആ പെന്ന് പോയാനാണ് കേട്ടോ, അതിൻ്റെ പൈസ പോയാന്, പക്ഷെ കൊണ്ട് തന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളെല്ലാം ഇവിടെ ഒന്നുകൂടെ ബില്ലെല്ലാം കാണിച്ചിട്ട് സാധനങ്ങളെല്ലാം പെറുക്കിയെടുത്തത് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് കാറിന് വേണ്ടിയിട്ട്. അപ്പുറത്ത് ഐസ്ക്രീമും മാംഗോയും ടീ സ്റ്റോളും ഒക്കെ ഉണ്ട്. ഏത് ഐസ്ക്രീമിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മഴ ആയതുകൊണ്ട് ഇനി അപ്പുറത്ത് പോയി ഐസ്ക്രീമോ ഒന്നും വാങ്ങുന്നില്ല. ഈ ഒരു ഡിസ്കൗണ്ട് മേള നടക്കുന്നത് തൈക്കാട് പോലീസ് ഗ്രൗണ്ടിലാണ്. പോലീസ് സഹകരണ സംഘത്തിൻ്റെയാണ്. സ്കൂൾ ബസാർ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര് കേട്ടോ. അപ്പം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇത് ലൊക്കേഷൻ മെൻഷൻ ചെയ്തേക്കാവേ. അങ്ങനെ കാറ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ട്രിവാൻഡ്രത്ത് അടിപൊളി മഴയും റെഡ് അലേർട്ട് വരെ പ്രഖ്യാപിച്ചു. അത്രയ്ക്ക് വലിയ മഴയും. ഇവിടെ എങ്ങും കറണ്ടില്ല കേട്ടോ. തിരുമല ഭാഗത്തൊന്നും കറണ്ടില്ല. അപ്പം അതിനർത്ഥം അത്രയ്ക്ക് ഭീകര മഴയും കാറ്റും ഒക്കെ ആയിരുന്നു. നമ്മൾ അതിനകത്തായത് കൊണ്ടൊന്നും അറിഞ്ഞില്ല എന്ന് മാത്രം. ഇപ്പോൾ ചെറുതായിട്ട് മഴയൊന്ന് മാറി നിൽപ്പുണ്ട്. എങ്കിലും ഇടിമിന്നലിനും ഇടിക്കും ഒരു കുറവും ഇല്ല കേട്ടോ. എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റാ.